ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഖിൽ ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ എറണാകുളത്തെ മറൈൻ ഡ്രൈവിലാണ്. അപ്പോൾ മറൈൻ ഡ്രൈവിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മച്ചന്മാരെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ മറൈൻ ഡ്രൈവിലാണ്. എറണാകുളത്തിൻ്റെ തന്നെ ടൂറിസ്റ്റ് ഭൂപടം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരാനും അല്ലെങ്കിൽ ചിലവഴിക്കാനും ആഗ്രഹിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കൂറ്റൻ പാർക്കിംഗ് യാർഡാണ്. ഈ പാർക്കിംഗ് യാർഡിൽ എത്ര ആൾക്കാർ വന്നു കഴിഞ്ഞാലും എത്ര വണ്ടികൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അകത്തേക്ക് കയറേണ്ടത്. നമുക്ക് അകത്തേക്കൊന്ന് പ്രവേശിക്കാം. നമ്മളകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് കൊച്ചി കായലാണ്. നമുക്കറിയാം മറൈൻ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ക്രൂയിസിങ്ങിൻ്റെയും അതുപോലെ തന്നെ ബോട്ടിങ്ങിൻ്റെയൊക്കെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ അതിന് ആധാരമായി തന്നെ ഒരുപാട് ബോട്ടുകളും ഒരുപാട് യാനങ്ങളും എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ അവയെല്ലാം അടുത്ത നല്ലൊരു ടൂറിസ്റ്റ് സീസണെ പ്രതീക്ഷിച്ച് കിടക്കുന്നതാണ്. കാരണം കോവിഡൊക്കെ ആയിട്ട് ഒരു വർഷമായിട്ട് ഇതെല്ലാം ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെയൊക്കെ മോടി പിടിപ്പിക്കുന്ന പണികൾ നടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിലുള്ള വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. വാസ്കോ ഡ ഗാമ സ്ട്രീറ്റ് മുഴുവൻ ഇതുപോലെ മോടി പിടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ മുഴുവൻ മോടി പിടിപ്പിക്കുന്ന പരിപാടികളെല്ലാം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെയും കല്ല് വിരിക്കുകയും അതുപോലെ തന്നെ നടപ്പാതകളും അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനുള്ള കേന്ദ്രങ്ങളും എല്ലാം തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സഞ്ചാരികളൊക്കെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇവിടം. അപ്പോൾ ഇപ്പോൾ കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ കാരണമാണ് ഇവിടെ ആൾക്കാരൊക്കെ കുറവാണ്. അതുപോലെ തന്നെ പണി നടക്കുന്നതിനാലും നമ്മൾ പണ്ടൊക്കെ കണ്ട ഒരു മറൈൻ ഡ്രൈവിൻ്റെ ഒരു ഭംഗി ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞ് സെറ്റായി വരുമ്പോഴത്തേക്കും വീണ്ടും പഴയ ഒരു പ്രൗഢിയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറൈൻ ഡ്രൈവിൻ്റെ തന്നെ ഏറ്റവും ആകർഷകമായിട്ടുള്ളൊരു പ്രദേശമാണ് ഈ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത പ്രദേശങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് ഈ പ്രദേശങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആ വ്യൂ പോയിന്റിലേക്ക് ഒന്ന് കയറി കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത്. ഈ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ കൊച്ചി കായൽ വളരെ വിശാലമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ബോട്ടുകളും ഇതുപോലെ കപ്പലൊക്കെ പോകുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതാണ് ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ വ്യൂ പോയിന്റുകൾ ഈ മറൈൻ ഡ്രൈവ് മുഴുവനായിട്ട് പല പല സ്ഥലങ്ങളിലായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു അനുഭവമാണ് നമുക്ക് വരുന്നത്. ഒരു ഹാങ്ങിങ് വ്യൂ പോയിന്റ് പോലെ, ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് പോലെയാണ് സംഭവം ചെയ്തേക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണത്.
ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നമ്മുടെ കോവിഡ് ഇതൊക്കെ നിയന്ത്രണങ്ങളൊക്കെ കാരണം സഞ്ചാരികളൊക്കെ നന്നേ കുറവാണ്. അതുപോലെ തന്നെ വഴിയോര കച്ചവടക്കാരും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത് സജീവമായിട്ടില്ല മറൈൻ ഡ്രൈവ്. അപ്പോൾ സജീവമാകുന്ന മറ്റൊരു ദിവസം നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെ മാറിയിട്ട് ഒന്നും കൂടെ നമുക്ക് ഇവിടെ വന്ന് ആസ്വദിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ മംഗളവനം പക്ഷി സങ്കേതത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് യാത്ര തുടരാം. നമ്മുടെ കേരള ഹൈക്കോടതിയുടെ പുറകിലാണ് മംഗളവനം പക്ഷി സങ്കേതം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സർപ്രൈസിങ് ആണ്. കാരണം നഗര ഹൃദയത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രദേശം ഒളിഞ്ഞിരിക്കുന്നത് വളരെ സർപ്രൈസിങ്ങും അതുപോലെ തന്നെ വളരെ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയും തന്നെയാണ്. നല്ലൊരു അനുഭവം തന്നെയാണ്. ഇവിടെ ആകെ നല്ല തണുപ്പാണ്. അപ്പോൾ വേറൊരു സംഭവം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ കാരണം മംഗളവനം പക്ഷി സങ്കേതം അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷി സങ്കേതത്തോട് ചേർന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയുണ്ട്. അതാണ് ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ, കൊച്ചി ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ കൊച്ചിയിൽ മഹാത്മാഗാന്ധി വന്നപ്പോൾ വന്നിറങ്ങിയ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇതെന്നാണ് പറയപ്പെടുന്നത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. പക്ഷെ എല്ലാം കാട് പിടിച്ച് അടങ്ങി ആ ഒരു പ്രദേശം തന്നെ ഇല്ലാതായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് മംഗളവനം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കൊച്ചിയിലുള്ള ബേർഡ് സാങ്ച്വറിയിലാണ്. പക്ഷേ അവിടെ എല്ലാം പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊച്ചിയിലെ തന്നെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ആയിട്ടുള്ള നമ്മുടെ കൊച്ചി ഓൾഡ് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കുറേ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, അവർക്ക് പ്രവേശനമൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചിയുടെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കേണ്ട ഒരു ഓൾഡ് റെയിൽവേ സ്റ്റേഷനാണിത്. അപ്പം മഹാത്മാഗാന്ധിജി വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് കാട് പിടിച്ച് കിടക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മൾ യാത്ര അവസാനിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. അതിലേക്കും ബൈ.